നമസ്കാരം, ഞാൻ കനുഗീത. ഇന്ന് നമുക്ക് ഒരു ഹാർട്ട് ക്രോഷേ ചെയ്തെടുക്കാം. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു മാജിക് റിങ് ചെയ്യുക. ഇതിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെയും ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതാണ് ഒരു മാജിക് റിങ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ 3 ചെയിനാണ് ആദ്യം ചെയ്യുന്നത്. 1 2 3. ഇനി നമ്മളിതിലേക്ക് 3 തവണ ട്രിപ്പിൾ ക്രോഷേ ചെയ്യും. ട്രിപ്പിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ 3 തവണ ഹുക്കിലൂടെ യാണ് പുറത്തേക്ക് എടുത്താണ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. ആദ്യം 2 ലൂപ്പ് പുറത്തേക്ക് എടുക്കുക, രണ്ടാമത് വീണ്ടും 2 ലൂപ്പ്, മൂന്നാമത് വീണ്ടും ബാക്കിയുള്ള 2 ലൂപ്പ്. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ. 2 തവണയാണ് നമ്മളിതിൽ ഹുക്കിൽ യാണ് ചുറ്റുന്നത്. അങ്ങനെ നമ്മൾ 3 തവണ ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ഡബിൾ ക്രോഷേ ആണ്. ഇതിൽ 1 തവണ യാണ് ഹുക്കിലൂടെ ചുറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ 2 തവണയാണ് ലൂപ്പിലൂടെ യാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് നമ്മൾ 3 തവണ റിപ്പീറ്റ് ചെയ്യണം. 3 ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ നമ്മളിവിടെ വിടുകയാണ്, ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വീണ്ടും 1 ട്രിപ്പിൾ ക്രോഷേ. ഇതുകൂടി ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇത് വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ ഇൻസ്ട്രക്ഷൻ കൃത്യമായി അതുപോലെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ അവിടെ ലീവ് ചെയ്യുക. വീണ്ടും മറ്റേ സൈഡ് ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ. ഇനി 3 ട്രിപ്പിൾ ക്രോഷേ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ 3 ചെയിൻ. ഇനി നമ്മൾ ആദ്യത്തെ ആ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ തന്നെ yarn പുറത്തേക്ക് എടുത്ത് ഒരു സ്ലിപ്പ് നോട്ട്.
ഇനി നമുക്ക് അധികമുള്ള യാണ് മുറിച്ച് കളയാം. നമ്മുടെ മാജിക് ലൂപ്പിൻ്റെ എൻഡ് ഒന്ന് നന്നായി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നടുവിലുള്ള ആ ഒരു വട്ടം ഒഴിവായി കിട്ടും. നമ്മുടെ ക്രോഷേ ഹാർട്ട് റെഡി. Thank you for watching.